അച്ഛനോട് പറഞ്ഞേക്കുന്നത് നീ തന്നെ ട്രൈ ചെയ്ത് കയറി വന്നാലേ നിനക്ക് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. അത് സത്യമാണ്. നമ്മൾ ഓരോ പടം കഴിയുമ്പോഴും ഓരോ ആൾക്കാരാണെങ്കിലും ഒരുപാട് മാറ്റങ്ങളും എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്. ആന്റിമാര് അല്ലെങ്കിൽ വല്യമ്മമാരൊക്കെ വന്നിട്ട് ഫോട്ടോയിൽ കണ്ടല്ലോ, നാനയിൽ കണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു ഇത് കൊള്ളാം. എന്നോട് പറഞ്ഞ ഒരു പരിപാടി വെയിറ്റ് ചെയ്തിരുന്നിട്ട് അത് വേറെ പോയിട്ട് ഷൂട്ട് തുടങ്ങി പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഒരു പ്രശസ്ത നടന് കുഞ്ഞുണ്ടായി, അതെല്ലാ ന്യൂസിലും വരും. ഇപ്പൊ എന്റെ വീടിന്റെ അപ്പുറത്തെ ചേട്ടന് ഒരു കൊച്ചുണ്ടായി, ഞങ്ങളുടെ വീടിന്റെ 4 ആളെ അറിയുള്ളൂ. വില്ലൻ ക്യാരക്ടറുകൾ ചെയ്യാനാണോ അല്ലെങ്കിൽ പിന്നെ നായകൻ അല്ലെങ്കിൽ കാമുകൻ അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യാനാണോ കൂടുതൽ ആഗ്രഹിക്കുന്നത്? ആഗ്രഹം മനസ്സിലൊരാഗ്രഹം എനിക്ക് ഇന്ന പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഈ പറഞ്ഞ പോലെ ഒരു ഐഡന്റിറ്റി വരിക, നമ്മുടെ ക്യാരക്ടർ ഇന്ന പേര് പറഞ്ഞാൽ അത് ഇന്ന ആളാ ചെയ്തേന്ന് വരിക. അതിപ്പോ വില്ലനായാലും ഒക്കെയാണ്, നായകനായാലും ഒക്കെയാണ്, എങ്ങനെയായാലും അത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇതുവരെ. അതുപോലെ മേക്ക് ഓവർ ആർട്ടിസ്റ്റ് വീട്ടിൽ തന്നെ ഉള്ളപ്പോ ലുക്കിനും ഇതിനൊന്നും പിന്നെ ഒരു പുറത്തു പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അല്ലേ? ഇത് നല്ല പിന്നെ ലുക്കിൽ നടക്കാനും മേക്കപ്പിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കെയറിങ് എന്തൊക്കെയാന്ന് മനസ്സിലാവും നമുക്കത്. അമ്മ പറഞ്ഞു തരും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല. ടെൻഷനൊന്നുമില്ല, എന്നാലും അമ്മ പറഞ്ഞു തരും ഇങ്ങനെയാണ് എന്തൊക്കെയാണ്. അപ്പൊ നമുക്ക് ആദ്യമേ ലൊക്കേഷനിൽ പോകുമ്പോ ഈ ചെറുപ്പം തൊട്ട് ഇത് പറഞ്ഞു തരുന്നവരെ നമുക്കറിയാം മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ എഫക്ട്, ഐ മീൻ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് അവര് ചെയ്യുന്നതെന്നുള്ളതും. അപ്പൊ അവരോടുള്ള നമ്മുടെ സ്നേഹവും കൂടുകയാണ്. അപ്പൊ നമുക്കറിയാം അവര് ഇത്ര വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അമ്മേന്റെ ഒരു കെയർ ഓഫില് പിന്നെ ചെല്ലുമ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രിവിലേജ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ കെയർ ഓഫിൽ ഇതുവരെ കെയർ ഓഫിൽ ഇതുവരെ പോയിട്ടില്ല. ആക്ച്വലി എന്നോട് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എടാ കെയർ ഓഫില് പോകുന്നത് നിനക്ക് അവിടം വരെ മാർഗം എളുപ്പമായിരിക്കാം, പക്ഷെ അവിടെ നിലനിൽപ്പ് എളുപ്പമല്ല എന്ന് പറഞ്ഞില്ല. അപ്പൊ അതാണ് സത്യം. ഞാൻ നോക്കിയിട്ടും കെയർ ഓഫ് ഒരു ബാധ്യതയാണ്. ഈ അവരുടെ ഒരു നല്ലൊരു ബന്ധം കൂടി നമ്മൾ നശിപ്പിക്കുക. നമ്മള് പിന്നെ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്ത ഒരാള്. അതെ അതെ, അത് മാത്രല്ല ഇപ്പൊ നമ്മള് രണ്ടുപേരും ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഒരാളെ കൊണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോ നമ്മള് രണ്ടുപേരുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൽ അതൊരു ബാധ്യതയാവരുത്. അപ്പൊ അച്ഛനോട് പറഞ്ഞേക്കുന്നത് നീ തന്നെ ട്രൈ ചെയ്ത് കയറി വന്നാലേ നിനക്ക് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. അത് സത്യമാണ്. നമ്മൾ ഓരോ പടം കഴിയുമ്പോഴും ഓരോ ആൾക്കാരാണെങ്കിലും ഒരുപാട് മാറ്റങ്ങളും എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ വിചാരിച്ചോണ്ടിരുന്ന ഇങ്ങനെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആയപ്പോ ചിലപ്പം ആ ഒരു ബേസിൽ കയറി പോകുന്ന ഒരാളായിരിക്കും എന്നാണ് ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു ഇത്. അപ്പോ ഇത് അങ്ങനെ അല്ലാതെ സ്വന്തം റിസ്കിൽ തന്നെയാണ് കയറി പോകുന്നതെന്ന് പറയുമ്പോ അതിന് അതിൻ്റെതായ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വഴി കയറി പോകാൻ നമുക്ക് തന്നെ പെട്ടെന്ന് എവിടെങ്കിലൊക്കെ പെട്ടെന്ന് രക്ഷപ്പെടാലോ. ഇത് അതെ, അതാണ് ഫാമിലിയില് അച്ഛനും അമ്മയും ഈ ഒരു സിനിമ ഫീൽഡുമായിട്ട് കുറച്ച് ബന്ധമുള്ള ആൾക്കാർ, നമുക്ക് കുറച്ച് കണക്ഷൻസ് ഉണ്ട്. അതെ, അതറിയാൻ പറ്റും. അപ്പോ ആ ഒരു ഇതില് എന്റെ മോന് ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് ഒന്ന് ഇത് പറഞ്ഞ അങ്ങനെ കയറി പോന്നാണ് നമ്മൾ ആദ്യം ആൾക്കാര് ആരൊക്കെയാണ് എന്നുള്ളൊരു അറിവ് കിട്ടും. ഈ ഒരു ഫീൽഡിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ പിന്നെ എങ്ങനെയാണ് ഈ ഫീൽഡിലെ ആൾക്കാരോട് പരിചയപ്പെടേണ്ടത്, സംസാരിക്കേണ്ടത്, അങ്ങനെ ഒരു അറിവുണ്ടല്ലോ. ആ ഒരു ബേസ് ക്ലാസ്സുകൾ എന്തായാലും നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടും. അതാണ് എന്റെ ഒരു ധൈര്യം. അപ്പൊ നമുക്കറിയാൻ പറ്റും എങ്ങനെയൊക്കെ പോയാൽ ഇതൊക്കെ മാർഗത്തിൽ കൂടെ പോവാം. അതെ, ആദ്യമായിട്ട് ഈ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു മോഹം ഉള്ളിലോട്ട് വന്നത് എങ്ങനെയാ? ആരെങ്കിലും കൊണ്ട തന്നതാണോ അല്ലെങ്കിൽ മോഹം എന്ന് പറയുമ്പോ അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു. അതിപ്പോ ക്ലാസ്സിലൊക്കെ ഇപ്പൊ പാരന്റ്സ് മീറ്റിങ്ങിന് വരുമ്പോഴും വീട്ടുകാർ കേൾക്കുന്ന ആകെ ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും ക്ലാസ്സിൽ ഭയങ്കര സംസാരം. ഇവൻ ഫ്രീ പീരീഡ് ഇങ്ങനെ വന്ന് കോമാളിത്തരം കാണിക്കാതെ പിള്ളേരെ ചിരിപ്പിക്കുക എന്നുള്ള ഒരു സംഭവത്തില് ഇത് ഉണ്ടായിരുന്നു. അത് അഭിനയത്തിൽ വിട്ട കാര്യം. അങ്ങനെ കോമഡി കാണിക്കുക, സാറുമാരെ പോലെ അഭിനയിക്കുക, അങ്ങനെയൊക്കെ അറിയായിരുന്നുള്ളൂ. പക്ഷെ ഈ കുടുംബശ്രീ ട്രാവൽസ് കഴിഞ്ഞപ്പോഴാണ് പോസ്റ്ററിൽ വന്ന് കുടുംബശ്രീ ട്രാവൽസിൽ ഒരു ഇതില് ആടിനെയും പിടിച്ചുകൊണ്ട് ഓടുന്ന ഒരു പോസ്റ്റർ വന്നപ്പോ എനിക്ക് ഇങ്ങനെ വരും, കുറെ പേര് കാണും. അപ്പൊ നമ്മുടെ വീട്ടിൽ വരുന്ന ആന്റിമാര് അല്ലെങ്കിൽ വല്യമ്മമാരൊക്കെ വന്നിട്ട് ഫോട്ടോയിൽ കണ്ടല്ലോ, നാനയിൽ കണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു ഇത് കൊള്ളാം, അങ്ങനെ ഒരു ഫീല് വന്ന് പിന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു തുടങ്ങിയപ്പോ
ഇതായി അട്രാക്ഷനായി, എങ്ങനെയെങ്കിലും അഭിനയിക്കണം, ക്യാരക്ടറുകൾ ചെയ്യണം. പിന്നെ പഠിച്ചു തുടങ്ങി അതെന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെ പണിയുണ്ട് അതില്. ഭയങ്കര സിനിമയിൽ വന്ന ഒരുപാട് പേര് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? അതായത് വന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട്, ഇതിപ്പോ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് അങ്ങനത്തെ വലിയ സ്ട്രഗിൾ ഒന്നും കൊറേ പേര് പറഞ്ഞിട്ടുണ്ട്. കുറെ കാലങ്ങളായിട്ട് വന്ന് കൊച്ചിയിൽ നിന്ന് പിന്നെ കുറെ സംവിധായകരുടെ പുറകെ പോയി അങ്ങനെ ഇങ്ങനെ. എനിക്ക് സ്ട്രഗിൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇതുപോലെ തന്നെ നമ്മള് സ്ട്രഗിൾ എന്നാണോ അതിനെ പറയേണ്ടതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ആക്ച്വലി അത് കറക്റ്റ് ആണ്. അവരുടെ ഒരു സിറ്റുവേഷനിൽ അവർ ബസ് കയറി വന്ന് ഇപ്പൊ കുറെ അഡ്വാൻസ്ഡ് ആയല്ലോ. അപ്പൊ സ്ട്രഗിൾ അല്ല, എന്നാലും നമ്മളിങ്ങനെ ഡെയിലി ഓരോരുത്തരെ പോയി കാണുക, ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ അസോസിയേറ്റ്സിനെ കാണുക, അവരുടെ നമ്പർ വാങ്ങുക, മെസ്സേജ് അയക്കുക, ഫോട്ടോസ് അയക്കുക. ഈ പൂജ നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ പോവും, അസോസിയേറ്റ്സിനെ കാണും. അപ്പൊ അവര് പറയും ഇവിടെ ഇത് തുടങ്ങി, ഇതിന്റെ ചാർട്ടിങ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്ന് കാസ്റ്റിംഗ് കഴിഞ്ഞു എന്നൊക്കെ പറയും. അപ്പൊ വീണ്ടും കുഴപ്പമില്ല ഏട്ടാ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ട് ആ ഒരു റൊട്ടീൻ എപ്പോഴും ഫോളോ ചെയ്യാന്നുള്ളതിന്റെ ഒരു, അത് ബുദ്ധിമുട്ടല്ല. നമുക്കൊരു സാധനത്തിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യൂല്ലോ. അതുപോലെ ആരെങ്കിലും നീ വേണ്ട മാറി നിൽക്കുന്നു പറഞ്ഞ അങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? അത് മനസ്സിൽ ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. അത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെ വേണ്ട മാറ്റി നിർത്തുന്നല്ലാതെ അവരുടെ ടെക്നിക്കൽ വൈസ് എന്തെങ്കിലും കാര്യം കൊണ്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രെയിമിൽ ഇവൻ ആപ്റ്റ് അല്ല അങ്ങനെ തോന്നിയിട്ടും ആയിരിക്കാം. പക്ഷെ അങ്ങനെ കാസ്റ്റ് ചെയ്തിട്ട് അവസാന ടൈമിൽ മാറിപ്പോയിട്ടുണ്ട്. ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ എന്നോട് പറഞ്ഞ ഒരു പരിപാടി വെയിറ്റ് ചെയ്തിരുന്നിട്ട് അത് വേറെ പോയിട്ട് ഷൂട്ട് തുടങ്ങി പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. സിനിമ എന്ന് പറയുമ്പോൾ ഒരു പിന്നെ ഭാഗ്യത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇതാണല്ലോ. അതായത് ഫേസ് കണ്ട് നന്നായിട്ട് ഇപ്പൊ ഒരാള് നല്ല ക്യാരക്ടർ ചെയ്ത് നല്ല ഇതിലെത്തിയാല്, ഇപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് പടമൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ഈ പടം ഫസ്റ്റ് പടം, അതിൽ ഫസ്റ്റ് അഭിനയിച്ച ഒരാളുണ്ടെങ്കിൽ അവന്റെ ഇതും കൊണ്ട് രാശി എന്നൊക്കെ പറയുന്ന ഒരു സാധനം, അങ്ങനത്തെ കാര്യത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? അതായത് അങ്ങനെ നോക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്കങ്ങനെ പേഴ്സണലി അനുഭവം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കേട്ടുകേൾവിയും ഇല്ല എനിക്ക് അങ്ങനെ. പക്ഷെ ഞാൻ ഇതുപോലെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളും പറഞ്ഞു കേൾക്കുന്നതാണ്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അഭിനയിക്കുന്ന ആളുടെ ഭാഗ്യക്കുറവും കൊണ്ട് സിനിമ നിന്ന് പോകുന്ന, അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന, അല്ലെങ്കിൽ ഇവനെ വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമ അല്ലെങ്കിൽ 100 ദിവസം ഓടൂലെന്നോ, അല്ലെങ്കിൽ അങ്ങനെ നല്ല കളക്ഷൻ കിട്ടൂലെന്നോ, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ തെറ്റായിരിക്കാം. പക്ഷെ എന്റെ ഒരു ഇതെന്താന്ന് വെച്ചാ, ഒരു സിനിമ ഒരിക്കലും ഒരാളുടെ തലയിൽ വെച്ച് പോകുന്ന പരിപാടിയല്ല. അതൊരു ക്രൂ ആണ്, അതൊരു കാസ്റ്റ് ആൻഡ് ക്രൂ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ ഫുള്ള് നിൽക്കുമ്പോഴാണ് ഒരു സിനിമയായി മുന്നിലേക്ക് വരുന്നത്. അങ്ങനെയില്ല, ഒരു ക്യാരക്ടർ ചെയ്ത് വിജയിച്ചാൽ അത് ഉറപ്പായിട്ടും അങ്ങനെ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വിശ്വാസം അതിലേക്ക് അറിയില്ല. ഈ സിനിമ മേഖലയിലെ ഡ്രഗ്സിന്റെ കാര്യം പറഞ്ഞു, അതിനെ പറ്റി എന്താ പറയാനുള്ളത്? സിനിമാ മേഖലയിൽ മാത്രമല്ല, ഡ്രഗ്സ് എന്ന് പറയുമ്പോ ഇപ്പൊ ടോട്ടലി സൊസൈറ്റി അല്ലെങ്കിൽ മൊത്തത്തിൽ പറയാലോ, സിനിമാ മേഖല അങ്ങനെ പറയുന്നത് ഇപ്പം ഈ റീസെന്റ് ആയിട്ട് കുറെ ഇഷ്യൂസ് വന്നതുകൊണ്ട് സിനിമ മേഖല ഇഷ്യൂസ് അറിയുന്നതുകൊണ്ട്, അതായത് മീഡിയ അതിനെയാണ് എടുത്ത് എക്സാജറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വാർത്തകളാക്കുന്നത് കൊണ്ട്. അതിപ്പോ ലൈക്ക് ഇപ്പോ ഒരു പ്രശസ്ത നടന് കുഞ്ഞുണ്ടായി, അതെല്ലാ ന്യൂസിലും വരും. ഇപ്പൊ എന്റെ വീടിന്റെ അപ്പുറത്തെ ചേട്ടന് ഒരു കൊച്ചുണ്ടായി, ഞങ്ങളുടെ വീടിന്റെ 4 ആളെ അറിയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ കേസും. ഇതിപ്പോ സിനിമ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കൊണ്ട് പറയുന്നതേ ഉള്ളൂ, അത് എല്ലാ മേഖലയിലും ഉണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ പോലും ഈ സിനിമാ മേഖലയിൽ ഇപ്പൊ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നല്ലതല്ലല്ലോ. കാരണം പലരും പറയുന്നത് ക്രിയേറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ ഉപയോഗിക്കുന്നത് സിനിമയിലാണെങ്കിലും പുറത്താണെങ്കിലും അത് മോശം തന്നെയാണ്. അപ്പം പിന്നെ സിനിമ മേഖലയിലാവുമ്പോ ഇത് കൂടുതൽ വാർത്തയാകുന്നു, ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പ്രശ്നങ്ങളാകുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ക്രിയേറ്റിവിറ്റി വരാൻ ഡ്രഗ്സ് വേണം എന്നൊന്നുമില്ല. ക്രിയേറ്റിവിറ്റി ഒരുപാട് ഇപ്പൊ ഡ്രഗ്സ് ഉപയോഗിക്കാതെ തന്നെ ചെയ്യുന്ന ഒരുപാട് വേറെ പടങ്ങളും ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. 2 സൈഡ് ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ അത് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി ചെയ്താലും നല്ലതായിരിക്കും. ഇത്ര നാള് വർക്ക് ചെയ്ത സിനിമയിൽ ഏതെങ്കിലും അങ്ങനെ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും? ഇല്ല, എനിക്ക് അങ്ങനെ പേഴ്സണൽ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഡ്രഗ്സ് കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായി അങ്ങനെ ഒന്നും എനിക്ക് വന്നിട്ടില്ല.
ഭയങ്കര ഡ്രീമായിട്ട് കരുതി വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഉറക്കത്തിലാണെങ്കിലും ഉണർന്നിരിക്കുമ്പോഴാണെങ്കിലും കാണുന്ന ഒരു സ്വപ്നം, എനിക്ക് ഈ ഒരു ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യണം എന്ന്. അങ്ങനത്തെ ഡ്രീം ക്യാരക്ടർ ആയിട്ടല്ല, സ്വപ്നം വേറെ ഉണ്ട്. സ്വപ്നം എപ്പോഴും ഒരു എന്തെങ്കിലും നമ്മൾ ചെയ്ത ഒരു ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്ത് ആ ക്യാരക്ടറിന് ഒരു അവാർഡ് വാങ്ങാന്നുള്ളതാണ് സ്വപ്നം. അതെപ്പോഴും കാണുന്ന നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരു സ്വപ്നം അതാണ്. ഡ്രീം ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അയ്യോ അതങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. അത് ക്യാരക്ടർ അല്ല, എനിക്ക് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സാറിന്റെ കൂടെ ഒരു ഫ്രെയിം, അത് ഞാൻ രജനി സാറിന്റെ ആ സ്റ്റൈലും മാസും ഒക്കെ. അല്ല ഇപ്പൊ ഇറങ്ങിയ ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ പോലെ ഒരു ക്യാരക്ടർ കിട്ടിയാല് എങ്ങനെ അത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ സന്തോഷം. അങ്ങനെയൊക്കെ കിട്ടിയാൽ ഉറപ്പായിട്ടും അത് എന്റെ ഒരു സ്റ്റൈലിലായിരിക്കും എന്ന് മാത്രമായിരിക്കുമല്ലോ. അത് എങ്ങനെയായിരിക്കും വരുന്നത്, അതുപോലെ വെയിറ്റിംഗ് ആണ്. എന്ത് കിട്ടിയാലും ചെയ്യുന്നുള്ള ഒരു ഇതിലാണല്ലോ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ. നമ്മള് ആൾക്കാരെ അറിയണം എന്നുള്ളൊരു ഇതിൽ നിൽക്കുമ്പോൾ ഒരു നല്ല ക്യാരക്ടർ വന്നാൽ ചെയ്യും. അതുപോലെ ഇന്ന സംവിധായകന്റെ കൂടെ എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഒരു പ്രൊഡക്ഷൻ ടീമിന്റെ കൂട്ടത്തിൽ ഒരു പടം ചെയ്യണം, അങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ ഇപ്പോ? ഇല്ല, അങ്ങനെയില്ല. ആക്ച്വലി ഇപ്പൊ പുതുമുഖ സംവിധായകന്മാരാണ് കൂടുതലും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ലെജൻസ് ഉണ്ട്, ഒബ്വിയസ്ലി ലെജൻസ് ഇപ്പോഴും പടങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും സംവിധായകന്റെ കൂടെ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. എന്നെ ഒരു ഡയറക്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്ര സന്തോഷം. നമ്മൾ ഫ്രെയിമിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്വൈത കൈ കുറച്ച് ഇങ്ങനെ എന്നൊരു ഡയറക്ഷൻ കിട്ടിയ ഞാൻ എപ്പോഴും അത് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു ആക്ടറിനെ ഒരു ഡയറക്ടറാണ് ഡയറക്റ്റ് ചെയ്യുക. അങ്ങനെ കൊണ്ടുവന്ന ഉറപ്പായിട്ടും സന്തോഷമായിരിക്കും. സിനിമയിൽ അഭിനയം അല്ലാതെ വേറെന്തെങ്കിലും ഒരു ഇതില് സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കാൻ പറഞ്ഞ അങ്ങനെ ഏതെങ്കിലും ഒരു ഫീൽഡിലോട്ട് താല്പര്യമുണ്ടോ? അഭിനയമാണ് ഇഷ്ടം, പക്ഷെ ഡയറക്ഷനും ഒരു ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് ഫിലിമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ? പ്ലാൻ ഉണ്ടോ? ചെറിയ ചെറിയ ആഡ് ഒക്കെ ഡയറക്റ്റ് ചെയ്ത് പോകാറുണ്ട്. അതുപോലെ സിനിമയാണ്, സിനിമയിലോട്ട് വന്നു കുറച്ചൊക്കെ ആളുകൾ അറിയാൻ തുടങ്ങി, ഫേസ് കാണാൻ തുടങ്ങി. അപ്പം ഇഷ്ടം പോലെ പ്രണയാഭ്യർത്ഥനകളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒരു വില്ലൻ ക്യാരക്ടറാ വരുന്നത്. വില്ലൻ ക്യാരക്ടറിന് വന്നു, അവര് എല്ലാം പറഞ്ഞ് സെറ്റാക്കി. അപ്പൊ നോക്കുമ്പോ ലുക്ക് കൊണ്ട് വില്ലൻ ക്യാരക്ടറിന് പറ്റുന്നില്ല. അതുകൊണ്ട് ഈ വില്ലൻ ക്യാരക്ടർ വരാൻ വേണ്ടിട്ട് ഗ്ലാമർ ഒരു തടസ്സമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്ലാമർ ഉണ്ടോ? ഗ്ലാമർ അല്ലേ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അത് എന്നോട് 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. അല്ല ഇപ്പൊ നമ്മൾക്കൊക്കെ കാണുമ്പോൾ ഒരു വില്ലനെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ തൃശ്ശൂർ പൂരം, 18 hours, മഹാദേവ് കാ ഗോരഖ്പൂർ ഹിന്ദി പടം, ഇതിലൊക്കെ വില്ലൻ തന്നെയായിരുന്നു ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ എനിക്ക് ചില ക്യാരക്ടറുകൾ മിസ്സായിട്ടുണ്ട്. അത് എന്നോട് ഓപ്പൺ ആയിട്ട് അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്, അദ്വൈതം നിന്നെ അവിടെ നിർത്താൻ പറ്റൂല, നിന്നെ അവിടെ നിർത്തുക. കാസ്റ്റ് ചെയ്യുന്ന ആൾക്കുണ്ടാവില്ല എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്നുള്ള കൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വരാട്ടോ. അതന്നെ അവര് കേൾക്കുമ്പോ. അതെ, അത് കൂടുതൽ സൈഡ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. സൈഡ് ക്യാരക്ടേഴ്സിനായിട്ട് കൊണ്ട് നിർത്തുമ്പോ അവര് പറയുന്നത് പറ്റൂല, ഇങ്ങനെ പറ്റൂല, 2-3 കാര്യങ്ങൾ. അതുപോലെ കൊറേ ദിവസത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരികയാണ്, ആദ്യം എന്താ കഴിക്കുക? ആദ്യം ആക്ച്വലി നമുക്ക് ഈ ഷൂട്ടിൽ തന്നെ കഴിച്ച് തീരൂല. ഷൂട്ടിന്റെ ഒരു ഭക്ഷണത്തിന്റെ രുചിയും സ്റ്റൈലൊക്കെ വേറെയാണല്ലോ. അത് കഴിച്ച് നമ്മൾ അതിനോട് ഇതായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരുമ്പോ പെട്ടെന്നൊന്നും കഴിക്കാൻ തോന്നാറില്ല അങ്ങനെ. പക്ഷെ പിന്നെ കംഫർട്ട് ആയിട്ടുള്ള ഒരു ഫുഡ് എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിൽ അത് കംഫർട്ടാണ്. വീട്ടിൽ അമ്മ ഉണ്ടാക്കുമ്പോ അത് എപ്പോഴും ചോറായാലും എന്ത് കറിയാണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ ഫുഡിനോട് വലിയ ഇതില്ല. ബോഡിയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണോ? ഫുഡോ? ഫുഡ് അങ്ങനെയല്ല, ഇതില് ബോഡി ശ്രദ്ധിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ പലപ്പോഴും മടി കാരണം അത് പോകാറുണ്ട്. അതുപോലെ ഇപ്പൊ ഈ പുതിയ ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ആളുകളെ റാഗിങ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ചില ആളുകൾക്ക് ഇങ്ങനെ സീനിയർ ലെവലിലുള്ള ആൾക്കാർ ചിലപ്പോ അവർക്കൊരു ഈ ഷൈനസ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചിലപ്പം പിന്നെ ദിലീപ് ഏട്ടന്റെ സെറ്റിലൊക്കെ നവ്യ നായരുടെ ഒരു ഇന്റർവ്യൂല് കേട്ടതാണ്, അവരിങ്ങനെ മാക്സിമം കരയിപ്പിക്കാൻ വേണ്ടിട്ടൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും? ഇല്ല, എനിക്കങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ കാലം മാറിയല്ലോ. ഇപ്പൊ എല്ലാവരും
ഇപ്പൊ നമ്മുടെ പടത്തിലായാലും കുഡോസ് മീഡിയ, അമീൻ ആൻഡ് ടീം ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ പ്ലാറ്റ്ഫോംസ് ആയി. അതാണ് ആക്ച്വലി പറയാനുള്ളത്. ഇപ്പോ അവരുടെ സ്കില്ല് കാണിക്കാൻ ഒരു പ്ലാറ്റ്ഫോമായി അവിടെ ചെയ്ത് തെളിയിച്ചവർ ഒരുപാട് പേരുണ്ട്. അതുപോലെയുള്ള കുറെ ആർട്ടിസ്റ്റുകൾ ഉള്ളപ്പോ ഇനിയിപ്പോ അങ്ങനെ ഇല്ല. റാഗിങ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇപ്പോഴും എനിക്ക് അങ്ങനെ ഇല്ല. അതുപോലെ ഈ സോഷ്യൽ മീഡിയന്റെ ഒരു ഇൻഫ്ലുവൻസ് മുന്നോട്ടുള്ള ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഡീഗ്രേഡ് ചെയ്യാണോ ചെയ്തിട്ടുള്ളത്? അങ്ങനെ എന്തെങ്കിലും ഫീൽ ഉണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറെ ആർട്ടിസ്റ്റുകളെ കിട്ടി. ഒരുപാട് പേരെ, പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ, നമ്മൾ എന്നും ഫ്രഷ് ഫേസ് വരിക, പുതിയ കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഒരു സ്ഥിരം കാണുന്ന ആൾക്കാരല്ലാതെ പുതിയ പുതിയ ആൾക്കാർ വരിക എന്നുള്ളതിന്റെ ഒരു ഇതുണ്ട്. ഡീമോട്ടീവായിട്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഈ പറഞ്ഞ പോലെ. അപ്പൊ ഈ പുതിയ മുഖങ്ങൾ ഒരുപാട് വരുമ്പോ ഒരുപാട് പഴയ ആൾക്കാര് പുറത്തള്ളി പോയിട്ടുണ്ട്. അതായത് ചെറിയ സൈഡ് റോളുകളൊക്കെ ചെയ്യുന്ന ഒരുപാട് നമ്മൾ പഴയ കണ്ടോണ്ട് അവർക്കൊന്നും കുറെ പടങ്ങളില്ലാതെ അവരിങ്ങനെ സൈഡായി പോയിട്ടുണ്ട്. അങ്ങനെ പക്ഷെ അത് ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡാണ്. അതേ പഴയ ആൾക്കാർ കുറെ പേര് ഇപ്പോഴും സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു ടൈം പീരീഡിന്റെയും അവര് നിൽക്കുന്ന ആ ഒരു സ്റ്റേജിന്റെ ഒക്കെ ആയിരിക്കും. അങ്ങനെ ഇനിയിപ്പം വരാനിരിക്കുന്ന പ്രൊജക്ട് എന്ന് പറയുന്നത് കൂടോത്രവും പേരിടാത്തൊരു രാജേഷ് മാധവനും അൽത്താഫിക്കും ഒരുമിച്ച് അഭിനയിച്ച ഒരു പടമുണ്ട്. അങ്ങനെയാണ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടിപൊളി. എന്തായാലും ഗ്രീഷ്മ അല്ലെ, അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു. താങ്ക് യു സോ മച്ച്.